തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ദില്ലിയിലെത്തുന്ന കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ സൗകര്യങ്ങളൊന്നും വേണ്ട എന്നാണ് ദില്ലി കേരള ഹൌസിനെ അറിയിച്ചിരിക്കുന്നത്. 10 വർഷവും മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എനിക്ക് പിന്നിൽ ഈ കാണുന്ന കേരള ഹൌസ് വളപ്പിലെ കൊച്ചിൻ ഹൌസിലാണ് മുഖ്യമന്ത്രി താമസിച്ചിരുന്നത്. ഇതിനുള്ളിൽ 2 മുറികളാണ്, സ്യൂട്ട് റൂമുകളാണുള്ളത്. അതിലൊന്ന് വേമ്പനാട് സ്യൂട്ടാണ്, അവിടെയാണ് മുഖ്യമന്ത്രിയുടെ താമസം. മറ്റൊന്ന് ഗവർണർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന സ്യൂട്ട് റൂമാണ്. ഏതായാലും ഇപ്പോൾ തൽക്കാലം എങ്ങനെയാണ് സൗകര്യങ്ങൾ വേണ്ടത് എന്ന ചോദ്യം ഇവിടെ നിന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി അറിയിച്ചത് തനിക്ക് വേമ്പനാട് സ്യൂട്ട് വേണ്ട, പകരം സാധാരണഗതിയിൽ ആളുകൾ വരുമ്പോൾ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിലെ മുറി മതി, സാധാരണ മുറി മതി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ 204 നമ്പർ മുറി മുഖ്യമന്ത്രിക്കായി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് കേരള ഹൌസ് അധികൃതർ പറയുന്നത്. പ്രതിപക്ഷ നേതാവിനും മുതിർന്ന മന്ത്രിമാർക്കുമൊക്കെ നൽകുന്ന റൂമാണ് 204 നമ്പർ മുറി. അതിലേക്ക് മുഖ്യമന്ത്രി മാറുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാവൽ മുഖ്യമന്ത്രി ആയതിനാൽ ഇവിടെ വേണം എന്നറിയിച്ചിരുന്നെങ്കിൽ ഇവിടെ തന്നെ സൗകര്യം ഇത്തവണ കൂടി ഒരുക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ വേണ്ട എന്ന് മുഖ്യമന്ത്രി നേരിട്ട് അറിയിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ആഭരണങ്ങളൊക്കെ ഒഴിവാക്കി ഇവിടേക്ക് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. 10 വർഷത്തിന് ശേഷമാണ് ദില്ലിയിൽ മുഖ്യമന്ത്രി ഇപ്പോൾ എത്തുന്നത്. പോളിറ്റ് ബ്യൂറോ യോഗങ്ങളിൽ പങ്കെടുക്കാനാണ്. നാളെ തുടങ്ങുന്ന പോളിറ്റ് ബ്യൂറോ യോഗങ്ങളിലാകും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെയാണോ പ്രതിപക്ഷ നേതാവായി വരിക എന്ന ചോദ്യം കൂടിയുണ്ട്. അതൊക്കെ നാളെ ചേരുന്ന നേതൃയോഗങ്ങളിലായിരിക്കും ഉണ്ടാവുക. വേറെ ഏതെങ്കിലും പുതിയ മുഖം വരുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. ഏതായാലും തനിക്ക് മുഖ്യമന്ത്രിയുടെ സൗകര്യങ്ങൾ വേണ്ട എന്നിപ്പോൾ കാവൽ മുഖ്യമന്ത്രിയായിരിക്കെ അറിയിച്ചിരിക്കുന്നു കേരള ഹൌസിനെ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായി കണക്കാക്കുകയും ചെയ്യാം.